ലോഗോസ് ക്രാഷ്. ചോദ്യോത്തരങ്ങൾ. റൂത്തിന്റെ പുസ്തകം. ചോദ്യം 1. യഹൂദ വംശജയല്ലാത്തവളും മൊവാബിയയുമായത് ആരാണ്? ഉത്തരം റൂത്ത്. ചോദ്യം 2. വിശ്വസ്തതയ്ക്ക് അവളൊരു മാതൃകയായി തീർന്നു. റൂത്തിന്റെ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറയുന്നത്? ഉത്തരം റൂത്തിനെ. ചോദ്യം 3. റൂത്ത് ഭർത്താവിനോടും അമ്മായിയമ്മയോടുമൊപ്പം എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം മൊവാബ്. ചോദ്യം 4. ഭർത്താവിൻ്റെ മരണശേഷം റൂത്ത് അമ്മായിയമ്മയോടൊപ്പം എവിടേക്കാണ് പോകുന്നത്? ഉത്തരം ജെറുസലേം. ചോദ്യം 5. റൂത്തിൻ്റെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും ഉൾപ്പെട്ടത് എങ്ങനെ? ഉത്തരം ബോവാസിൻ്റെ ഭാര്യയായതുവഴി. ചോദ്യം 6. റൂത്തിൻ്റെ ഭർത്താവ് ഏതു നാട്ടുകാരനായിരുന്നു? ഉത്തരം ഇസ്രായേൽ. ചോദ്യം 7. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സന്തുഷ്ട. ചോദ്യം 8. റൂത്ത് 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ. ഇതിന് സമാനമായ നിയമാവർത്തന പുസ്തകത്തിലെ ഭാഗമേതാണ്? ഉത്തരം നിയമാവർത്തനം 24-ാം അധ്യായം 19-ാം വാക്യം. നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കച്ച അവിടെ മറന്നിട്ടു പോന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ. ചോദ്യം 9. റൂത്ത് 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ. ഇതിനു സമാനമായ ലേവ്യരുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഏവ? ഉത്തരം ലേവ്യർ 19-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീരത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിനു ശേഷം കാലാ പെറുക്കുകയുമരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തു പറിക്കരുത്. വീണു കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയുമരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവയ്ക്കുക. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. ചോദ്യം 10. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്ക് സമാനമായ റൂത്തിലെ വാക്യം ഏത്? ഉത്തരം റൂത്ത് 2-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 11. റൂത്ത് 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ. ഇതിനു സമാനമായ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ ഏവ? ഉത്തരം ലേവ്യർ 19-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും നിയമാവർത്തനം 24-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും. ചോദ്യം 12. റൂത്ത് 2-ാം അധ്യായം 20-ാം വാക്യം. നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റബന്ധു. ഈ വാക്യത്തിന് സമാനമായ പഴയ നിയമത്തിലെ പുസ്തകഭാഗമേത്? ഉത്തരം ലേവ്യർ 25-ാം അധ്യായം 25-ാം വാക്യം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം. ചോദ്യം 13. റൂത്ത് 4-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. എനിക്കതു സാധ്യമല്ല.
വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപും നിലവിലിരുന്ന നിയമം ഇതാണ്. ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ്. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി. ഈ വാക്യങ്ങൾക്ക് സമാനമായ പഴയ നിയമഭാഗം ഏത്? ഉത്തരം നിയമാവർത്തനം 25-ാം അധ്യായം 9-ാം വാക്യം. അവൻ്റെ സഹോദരൻ്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വച്ച് തന്നെ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാദത്തിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുകയും അവൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിനു ശേഷം സഹോദരൻ്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം. ചോദ്യം 14. റൂത്ത് 4-ാം അധ്യായം 10-ാം വാക്യം. മൊവാബിയയും മഹ്ലോൻ്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. മരിച്ചവൻ്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത്. ഇന്നു നിങ്ങൾ അതിനു സാക്ഷികളാണ്. ഈ വാക്യത്തിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? ഉത്തരം നിയമാവർത്തനം 25-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചുപോയാൽ അവൻ്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ. ഭർത്താവിൻ്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർതൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം. പരേതനായ സഹോദരൻ്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യജാതന് അവൻ്റെ പേരിടണം. ചോദ്യം 15. റൂത്ത് 4-ാം അധ്യായം 12-ാം വാക്യം. യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരെസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും ആകട്ടെ. ഇതിനു സമാനമായ ഉൽപ്പത്തി പുസ്തക ഭാഗം ഏത്? ഉത്തരം ഉൽപ്പത്തി 38-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവൾക്ക് പ്രസവ സമയം അടുത്തു. അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ സൂതികർമ്മിണി അവൻ്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി. പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു. അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു. പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഹ് എന്ന് പേരിട്ടു. ചോദ്യം 16. 1 സാമുവൽ 16-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് സാമുവലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഈ വാക്യത്തിന് സമാനമായ റൂത്തിലെ ഭാഗം ഏത്? ഉത്തരം റൂത്ത് 4-ാം അധ്യായം 17-ാം വാക്യം. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്നവന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. ചോദ്യം 17. റൂത്തിൻ്റെ പുസ്തകത്തിൽ ഏതൊക്കെ സുവിശേഷകരുടെ ഭാഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്? ഉത്തരം വിശുദ്ധ ലൂക്ക, വിശുദ്ധ മത്തായി. ചോദ്യം 18. റൂത്തിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ ഭാഗം ഏത്? ഉത്തരം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം
31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഏലിയാക്കീം മെലയായുടെയും, മെലയ മെന്നായുടെയും, മെന്ന മത്താത്തായുടെയും, മത്താത്ത നാഥാൻ്റെയും, നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ, ദാവീദ് ജസ്സയുടെയും, ജസ്സെ ഓബദിൻ്റെയും, ഓബദ് ബോവാസിൻ്റെയും, ബോവാസ് സാലായുടെയും, സാല നഹശോൻ്റെയും പുത്രൻ, നഹശോൻ അമിനാദാബിൻ്റെയും, അമിനാദാബ് അദ്മിൻ്റെയും, അദ്മിൻ അർണിയുടെയും, അർണി ഹെസ്രോൻ്റെയും, ഹെസ്രോൻ പേരസിൻ്റെയും, പേരസ് യൂദായുടെയും പുത്രൻ. ചോദ്യം 19. റൂത്തിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഭാഗമേത്? ഉത്തരം: വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. താമാറിൽ നിന്നു ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോൻ്റെയും, ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിൻ്റെയും, അമിനാദാബ് നഹ്ശോൻ്റെയും, നഹ്ശോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നു ജനിച്ച ബോവാസിൻ്റെയും. ചോദ്യം 20. റൂത്തിന്റെ പുസ്തകത്തിലെ ഏതു ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെയും വിശുദ്ധ മത്തായിയുടെയും സുവിശേഷ ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: റൂത്ത് 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പേരസിൻ്റെ പിൻതലമുറക്കാർ ഇവരാണ്. പേരസ് ഹെബ്രോന്റെ പിതാവാണ്. ഹെബ്രോൻ രാമിൻ്റെയും, രാം അമിനാദാബിൻ്റെയും, അമിനാദാബ് നഹ്ശോൻ്റെയും, നഹ്ശോൻ സൽമോൻ്റെയും, സൽമോൻ ബോവാസിൻ്റെയും, ബോവാസ് ഓബദിൻ്റെയും, ഓബദ് ജസ്സെയുടെയും, ജസ്സെ ദാവീദിൻ്റെയും പിതാവാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാർഡ് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.